ഹലോ ഹായ് എല്ലാവർക്കും ലെനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ സയൻസ് അല്ലെ, മാരത്തോൺ MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ജനറൽ സയൻസ് സീരീസ് 2. അപ്പോൾ സീരീസ് 1 നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വിത്ത് MCQs അതുപോലെ തന്നെ വിത്ത് പിക്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത 10 ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് ആൻസേഴ്സ് വിത്ത് പിക്ചേഴ്സ് ആണ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ, അതിന് നമ്മൾ എന്താണ് പറയാന്നുള്ളതാണ്. ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി പ്രമേഹം, ഓപ്ഷൻ സി ഡെങ്കിപ്പനി, ഓപ്ഷൻ ഡി ഹൃദ്രോഗം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഡിസീസ് ആണ്. ഈ ലോങ് ടേം ഡിസീസുകളൊന്നും ഉണ്ടാവില്ല, ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരില്ല അല്ലെ. അതുപോലെ തന്നെ പ്രമേഹവും അതുപോലെ തന്നെയാണ്, ഹൃദ്രോഗവും അതുപോലെ തന്നെയാണ്. അപ്പൊ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഡെങ്കിപ്പനി അല്ലെ. ഡെങ്കിപ്പനിയാണ് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ. ഡെങ്കിപ്പനി ഏത് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് പരത്തുന്നത്? ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് പരത്തുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. കേരളത്തിലാണ് ഈ രോഗം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എപ്പിഡെമിക്, ഓപ്ഷൻ ബി എൻഡെമിക്, ഓപ്ഷൻ സി സുനോസിസ് രോഗങ്ങൾ, ഓപ്ഷൻ ഡി എപ്പിസൂട്ടിക്. അപ്പൊ ഇതിൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എപ്പിഡെമിക് എന്നുള്ള പേരിലാണ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് കേട്ടോ. ഒരു പ്രത്യേക ജനവിഭാഗങ്ങൾക്കിടയിലോ പ്രദേശത്തോ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പിഡെമിക് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളറ, മലേറിയ ഒക്കെ എപ്പിഡെമിക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡെമിക് എന്നാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ എൻഡമിക് എന്ന് പറയുന്നത്? അതായത് ഇത് സമൂഹത്തിൽ വളരെ കാലമായിട്ട് നിലനിൽക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള രോഗങ്ങളെയാണ് നമ്മൾ എൻഡമിക് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോ എക്സാമ്പിൾ മലമ്പനിയൊക്കെ ഒരു എൻഡമിക് ആണ്. വളരെ അതായത് ഇത് സമൂഹത്തിൽ കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്, എന്നാൽ പൂർണ്ണമായിട്ട് നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റാത്ത ഒരു രോഗം. ഇനി സുനോസിസ് രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് ഈ സുനോസിസ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി എപ്പിസൂട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിസൂട്ടിക് അതായത് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എന്ത്? എപ്പിസൂട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നത് എപ്പിഡെമിക്. ഓക്കെ, എപ്പിഡെമിക് ഇപ്പൊ നിപ്പയൊക്കെ പോലെ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗമാണ് അല്ലെ. യെസ്. ഇനി അടുത്ത ചോദ്യം, മന്ത് എന്ന രോഗം പരത്തുന്ന കൊതുകിനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ക്യൂലെക്സ് പെൺകൊതുക്, അതാണ് ക്യൂലെക്സ് പെൺകൊതുക് എന്ന് പറയുന്നത്. അനോഫിലസ് പെൺകൊതുക്, അനോഫിലസ്, ദെൻ ഈഡിസ് ഈജിപ്തി, ഹിസ്റ്റോപ്ലാസ്മ. ഇത് മന്ത് എന്ന രോഗം, ഈ ഹിസ്റ്റോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു കൊതുകിനം അല്ല അല്ലെ. അപ്പൊ ബാക്കി ഈ മൂന്നെണ്ണാണ് വരുന്നത്. ഇതില് മന്ത് എന്ന രോഗം പരത്തുന്ന കൊതുകിനം ഏതാണ് എന്നുള്ളതാണ്. ക്യൂലെക്സ് പെൺകൊതുക്, ഈ ഒരു കൊതുകാണ് മന്ത് എന്ന രോഗം പരത്തുന്ന കൊതുകിനം കേട്ടോ. ഇനി നമുക്ക് ക്യൂലെക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ക്യൂലെക്സ് നമ്മൾ പറഞ്ഞു മന്ത് രോഗം മുൻപ് സൂചിപ്പിച്ചത് പോലെ ഇവയാണ് മന്ത് പരത്തുന്നത്. ജപ്പാൻ ജ്വരം പരത്തുന്നത് ആരാണ്? ക്യൂലെക്സ് കൊതുകുകൾ തന്നെയാണ് ഈ ജപ്പാൻ ജ്വരവും പരത്തുന്നത്. ഇനി വെസ്റ്റ് നൈൽ ഫീവർ, അതായത് ഈ വൈറസ് രോഗത്തിന് വാഹനമായതാണ് ക്യൂലെക്സ് കൊതുകുകൾ തന്നെയാണ്. അപ്പൊ ക്യൂലെക്സ് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ മന്ത് രോഗം, ജപ്പാൻ ജ്വരം, അതുപോലെ തന്നെ വെസ്റ്റ് നൈൽ പനി എന്നിവയാണ് കേട്ടോ. ഇനി ഈഡിസ് ഈജിപ്തി ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി കേരളത്തിൽ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഡെങ്കിപ്പനി വരുന്നത് ഈഡിസ് കൊതുകുകളാണ്. ചിക്കൻ ഗുനിയ, സന്ധികളിലൊക്കെ ഭയങ്കര കടുത്ത വേദന ഉണ്ടാക്കുന്ന ചിക്കൻ ഗുനിയ പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. സിക്ക വൈറസ് അല്ലെങ്കിൽ മഞ്ഞപ്പനിയൊക്കെ പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. അപ്പൊ ക്യൂലെക്സ് പരത്തുന്ന മന്ത് രോഗം, ജപ്പാൻ ജ്വരം, വെസ്റ്റ് നൈൽ പനിയൊക്കെ ക്യൂലെക്സ് പരത്തുന്നതാണ്. ഈഡിസ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക വൈറസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും രോഗങ്ങളും രോഗവാഹികളും എന്നുള്ള ഒരു ടോപ്പിക്കിന്റെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ക്ഷയം, ചിക്കൻ പോക്സ്, ജലദോഷം, മുകളിൽ കൊടുത്തവയെല്ലാം. പെട്ടെന്ന് ആൻസർ കണ്ടിട്ട് ക്ഷയം എന്ന് എഴുതരുത്, കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എഴുതുക. എന്താണ്? ക്ഷയവും പരക്കും, അതുപോലെ തന്നെ ചിക്കൻ പോക്സും ഉണ്ട്, അതുപോലെ തന്നെ ജലദോഷവും ഉണ്ട് അല്ലെ. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തവയെല്ലാം. അപ്പോ ആദ്യത്തെ ക്ഷയം എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഈ രോഗം രോഗബാധിതരായ ആളുകൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായുവിൽ പരന്നിട്ടാണ് എന്ത് വരുന്നത്? ക്ഷയം മറ്റുള്ളവരിലോട്ട് വരുന്നത്.
ഓക്കെ, അപ്പൊ ചുമയ്ക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ചുമയ്ക്കുമ്പോൾ വായ പൊത്തി ചുമക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിക്കൻ ബോക്സ് ആണ്. വാരിസെല്ല സോസ്റ്റർ വൈറസ് പരത്തുന്ന ഈ രോഗം വായു സഞ്ചാരത്തിലൂടെ അതിവേഗം മറ്റുള്ളവർക്ക് പകരാൻ സാധ്യതയുള്ള ഒരു ഒന്നാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ജലദോഷമാണ്. ജലദോഷം കോമൺ കോൾഡ് അല്ലെ, റൈനോ വൈറസുകൾ മൂലമുണ്ടാകുന്ന ജലദോഷം തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായുവിലെ ചെറിയ കണികളിലൂടെ പകരാവുന്നതാണ് ഈ ജലദോഷം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അവസാനമായിട്ട് വസൂരി റിപ്പോർട്ട് ചെയ്തത് എന്ന് എന്നുള്ളതാണ്. 1975 മെയ് 17, 1975 മെയ് 26, 1975 ജൂൺ 17 എന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ഇവയൊന്നും അല്ലെന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എന്തായാലും അല്ല കേട്ടോ. ഇതിലൊരു 3 വർഷത്തിൽ ഒരെണ്ണമാണ്. 1975 എന്നുള്ള വർഷം മെയ് 17 is the right answer. The right answer is 1975 മെയ് 17. അതായത് 1975 മെയ് 17 ഇന്ത്യയിലെ അവസാനത്തെ വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് ഒക്കെ എന്നറിയപ്പെടുന്ന വസൂരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ബീഹാറിലെ കത്തിഹാർ ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ രോഗബാധിതയായത് ഒരു 30 വയസ്സുള്ള സ്ത്രീ ആയിരുന്നു. ആ ഒരു സ്ത്രീയുടെ പേരാണ് ഇത് ജാനൈറ്റ് പാർക്കർ എന്ന് പറയുന്നത്. വസൂരി, അപ്പോ ഇതാണ് ജാനൈറ്റ് പാർക്കർ. ഇദ്ദേഹം എന്ന് പറയുന്നത് ആ ഒരു വസൂരിയുടെ വൈറസിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. കാണുമ്പോൾ ഈ ഫോട്ടോ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരുപാട് നിഗൂഢതകളുള്ള ഒരു ഫോട്ടോയാണ്. കാരണം ഈ രോഗബാധിതയായ ഈ സ്ത്രീ മരിക്കുന്നതിന് മുന്നേ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന്റെ ഒരു ആത്മഹത്യ ഇതെന്നാണ് നമുക്ക് കിട്ടിയത്. എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാനാവാത്തതിനാൽ ഇതല്ലാതെ എന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം, അതായത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ലാബിൽ നിന്നാണ് വൈറസ് പുറത്തേക്ക് ആയത്. അത് കാരണമാണ് പലരും മരണപ്പെട്ടത് എന്നുള്ള ഒരു കുറ്റബോധം കാരണം അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. അതായത് ബർമിംഗ്ഹാം മെഡിക്കൽ സ്കൂളിലെ ലബോറട്ടറിയിൽ വസൂരി വൈറസിനെ കുറിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിരുന്നു. അപ്പൊ അത് നടത്തിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫസർ ഹെൻറി ബെന്റ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ ഈ ലാബിന് തൊട്ടു മുകളിലത്തെ നിലയിലാണ് ജാനറ്റ് പാർക്കർ എന്ന് പറയുന്ന ഈ ഒരു 30 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലാബിലെ മോശം വെന്റിലേഷൻ സംവിധാനത്തിലൂടെ വൈറസ് വായുവിൽ കൂടി പടർന്ന് മുകളിലെ നിലയിലുണ്ടായിരുന്ന ജാനറ്റിലേക്ക് എത്തുകയാണ് എന്നുള്ളത് പിന്നീട് കണ്ടെത്തി. അപ്പൊ 1978 സെപ്റ്റംബർ 11 ജാനറ്റ് പാർക്കർ മരണത്തിന് കീഴടങ്ങി. വസൂരി കാരണം ലോകത്ത് സംഭവിച്ച ഏറ്റവും അവസാനത്തെ മരണം ഇതാണ് കേട്ടോ. 1978 സെപ്റ്റംബർ 11 ജാനറ്റ് പാർക്കർ മരണത്തിന് കീഴടങ്ങി. വസൂരി ഗവേഷണ ലാബിന്റെ തലവനായിരുന്ന പ്രൊഫസർ ഹെൻറി ബെന്റ്, അപ്പൊ തന്റെ ലാബിൽ നിന്നാണ് വൈറസ് പുറത്തുപോയെന്ന അറിവും പൊതുജനങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമായ കടുത്ത സമ്മർദ്ദവും മൂലം ജാനറ്റ് മരിക്കുന്നത് തൊട്ട് മുന്നേ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് ജാനറ്റ് പാർക്കറും അതുപോലെ തന്നെ ഹെൻറി ബെന്റ്. ഓക്കെ, അടുത്തത് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27 ആണോ, 15 മെയ് 27 ആണോ, 17 മെയ് 17 ആണോ, 20 മാർച്ച് 27 ആണോ? ഏതാണ്? 2014 മാർച്ച് 27 ആണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് കേട്ടോ. അപ്പോ ഇതില് ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27 തുടർച്ചയായിട്ട് 3 വർഷം പോളിയോ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമാക്കി 2014 മാർച്ച് 27 പ്രഖ്യാപിച്ചത്. ഓക്കെ, അടുത്തത് BCG വാക്സിൻ എടുക്കേണ്ട പ്രായം ഏതാണ് എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ നമുക്കറിയാം, ജനന സമയത്ത് തന്നെ എടുക്കണം അല്ലെ. BCG വാക്സിൻ എന്ന് പറഞ്ഞ ചൈൽഡ്ഹുഡ് ട്യൂബർകുലോസിസ് തടയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വാക്സിൻ ആണ്. അതായത് 1 വയസ്സിനുള്ളിൽ എന്തായാലും എടുക്കണം. എടുക്കേണ്ടത് ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ജനിച്ച ഉടനെ തന്നെ 1 മണിക്കൂറിനുള്ളിൽ എടുക്കുന്നതാണ് BCG വാക്സിൻ. BCG വാക്സിൻ കുഞ്ഞ് ജനിച്ച ഉടനെ നൽകുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് നൽകാനാണ് ശുപാർശ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ഇതിന്റെ പ്രതിരോധങ്ങൾ എന്താണ് എന്നുള്ളതിനാണ്. രോഗപ്രതിരോധം ക്ഷയരോഗത്തിൽ നിന്നും കുട്ടികൾ ഉണ്ടാകുന്ന ഗുരുതരമായ TB, മെനിഞ്ചൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ നിന്നും ഇത് സംരക്ഷണം നൽകുന്നുണ്ട്. BCG വാക്സിൻ നൽകുന്ന രീതി സാധാരണയായിട്ട് കുട്ടിയുടെ ഇടത് കൈയുടെ മുകൾ ഭാഗത്താണ് ഈ ഒരു കുത്തിവയ്പ്. അപ്പൊ ഈ ഒരു കുത്തിവയ്പ് എടുക്കുമ്പോൾ വാക്സിൻ എടുത്ത് 1-2 മാസങ്ങൾക്കുള്ളിൽ കുത്തിവെച്ച ഭാഗത്ത് ചെറിയൊരു തടുപ്പോ കുരുവോ ഒക്കെ വരാം. അത് പൊട്ടി ചെറിയ പാടും അവശേഷിക്കും. ഇത് തികച്ചും സ്വാഭാവികമാണ് കേട്ടോ.
ഓക്കെ, അടുത്തത് പിള്ളവാതം വരാതിരിക്കാൻ എടുക്കുന്ന വാക്സിൻ ഏതാ എന്നുള്ളതാണ്. പോളിയോ വാക്സിൻ, ബാസില്ലസ് കാൽമേറ്റ് ഗോറിൻ, റോട്ടോ വൈറസ് വാക്സിൻ, വിറ്റമിൻ എ, ദാറ്റ് ഈസ് പോളിയോ വാക്സിൻ ആണ്. പിള്ളവാതം വരാതിരിക്കാൻ എടുക്കുന്നത് പോളിയോ വാക്സിൻ ആണ് കേട്ടോ. അടുത്തത് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ് എന്നുള്ളതാണ്. ഫംഗസ് ആണ് അല്ലെ ഇതിന് റൈറ്റ് ആൻസർ. ഫംഗസ് ആണ്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗത്തിന് ബ്രൗൺ സ്പോട്ട് ഓഫ് റൈസ് കാരണമാകുന്നത് ബൈപോളാറിസ് ഒറീസെ അല്ലെങ്കിൽ എന്താ പറയുക കോക്ലിയോബലസ് മിയാബിനസ് എന്നല്ലേ, ഇംഗ്ലീഷിലാണ് പിന്നെയും വായിക്കാൻ എളുപ്പം അല്ലെ. കോക്ലിയോബോലസ് മിയാബിനസ് എന്ന ഫംഗസുകളാണ് ഇത് നടത്തുന്നത്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗത്തിന് കാരണമാകുന്ന രോഗകാരി എന്ന് പറയുന്നത് ഫംഗസ് ആണ്. ഇതിന് ഇങ്ങനെ ഡീപ്പായിട്ടൊന്നും ചോദ്യം കണ്ടിട്ടില്ല കേട്ടോ. ഇത് ബൈപോളാറിസ് ഒറീസെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടില്ല. ഇതാണ് വന്നിരിക്കുന്നത്. നമ്മള് റിപ്പീറ്റ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗത്തിന് കാരണമാകുന്ന രോഗകാരി എന്ന് പറയുന്നത് ഫംഗസ്. ഓക്കെ, അടുത്തത് വിറ്റമിൻ എ വാക്സിൻ എടുക്കുന്നത് ഏത് രോഗത്തെ ചെറുക്കാനാണ് എന്നുള്ളതാണ്. ഏത് രോഗത്തെ ചെറുക്കാനാണ്? അന്ധതയെ ചെറുക്കാനാണ്. അപ്പൊ വിറ്റമിൻ എ ശരീരത്തിൽ കുറയുന്ന കുട്ടികളിൽ അന്ധതയ്ക്ക് അല്ലെങ്കിൽ മാലക്കട ഉൾപ്പെടെയുള്ള കാഴ്ച വൈകല്യങ്ങൾക്ക് കാരണമാകും. സോ ഇത് തടയാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വിറ്റമിൻ എ എടുക്കുന്നത്. സോ നമ്മള് 10 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ജനറൽ സയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.